വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ഈ 2 ദിവസം മുമ്പ് ഞാനിങ്ങനെ സംസാരിക്കുന്നത് വളരെ വളരെ നെഗറ്റീവായിട്ട് കണ്ട് ഓളിഗാർക്കിയെ കുറിച്ച് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആംഗ്ലിസൈസ്ഡ് മലയാളത്തിൽ സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ അടിച്ചു കൊല്ലണം എന്നൊരു പോസ്റ്റ് 2 ദിവസം മുമ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാകുന്നതിന് മുമ്പ് അല്ല, ആംഗ്ലിസൈസ്ഡ് മലയാളം ഞാൻ കുറേ വർഷങ്ങൾ പുറത്ത് വർക്ക് ചെയ്യുന്നു, ഇപ്പോഴും പുറത്ത് വർക്ക് ചെയ്യുന്നു. ആംഗ്ലിസൈസ്ഡ് നല്ല മലയാളം അല്ല എന്നാണ് മലയാളം ദുർബലമാണ് എന്നുള്ളത് ആണ് സത്യം. പക്ഷെ ഈ പറയുന്ന ആൾ ആംഗ്ലിസൈസ്ഡ് എന്നുള്ളത് ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. അത് കറക്റ്റ് സ്പെല്ലിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ആംഗ്ലിസൈസ്ഡ് മലയാളത്തിൽ എന്നെ കൊല്ലൂ എന്നുള്ളൊരു വധഭീഷണി പറയുന്നു, ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. സാരമില്ല, പക്ഷെ അതൊന്നും പ്രശ്നമല്ല. ഈ ആംഗ്ലിസൈസ്ഡ് മലയാളം എല്ലാം ദുർബല മലയാളമാണ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. വളരെ നല്ലോണം സംസാരിക്കുന്ന എം ജി രാധാകൃഷ്ണനും ബാക്കി എല്ലാവരും ഉള്ളൂ. അതിന് മുമ്പിൽ വെച്ച് എൻ്റെ ഈ ഭാഷാ കഴിവുകൾ വളരെ പരിമിതമാണ്. ആദ്യം നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ തുടങ്ങിയിട്ട് പിന്നെ എന്താണ് ഇത് ചെയ്യുന്നത് അതിലേക്ക് വരാം, അതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്ന് വരാം. ആദ്യം നമ്മൾ ഈ 1 നേഷൻ 1 ഇലക്ഷൻ, അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ ഈ വെബ്സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ, സർക്കാരിൻ്റെ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ കാണുന്നത് ONOE എന്നാണ്, 1 നേഷൻ 1 ഇലക്ഷൻ. അത് ഒന്നിച്ച് വായിച്ചാൽ ഓ നോ എന്നാണ്. അതായിരുന്നു എൻ്റെ ഒരു റിയാക്ഷൻ, ഓ നോ, ബിക്കോസ് ONOE. അത് അവർക്ക് ഒരു അത് ചിലപ്പോൾ ആരെങ്കിലും ഒരു സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരാളായിരിക്കും ചിലപ്പോൾ ഈ ആക്ടറിനും ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഓ നോ ഇതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പക്ഷെ ഇതിന്റെ ആദ്യത്തെ 2 വാക്ക് 1 നേഷൻ. അപ്പൊ നമ്മൾ പലപ്പോഴും മറന്നുപോകും ഈ 1 നേഷൻ പറഞ്ഞ ഇന്ത്യ എന്താണെന്ന്. നമ്മൾ ഇവിടെ താമസിക്കുന്നുണ്ട്, ഇതിന്റെ വൈവിധ്യവും ഇതിന്റെ വിശാലതയും നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യയിൽ ഏറ്റവും വലുതായ 10 സംസ്ഥാനങ്ങൾ എടുത്തിട്ട് ആ സംസ്ഥാനങ്ങളെ രാജ്യങ്ങളുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് UP ആണ്. UP പാകിസ്ഥാന്റെ സെയിം സൈസാണ്. ബീഹാർ ഓവർടേക്ക് ചെയ്തു മഹാരാഷ്ട്രയെ. അതാണ് ഈ ഇന്ത്യ ചൈനയെ ഓവർടേക്കിനെക്കാളും വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ബീഹാർ മഹാരാഷ്ട്ര ഓവർടേക്ക് ചെയ്ത് നമ്പർ 2 ബീഹാറാണ് എന്നാണ് പറയുന്നത്. ബീഹാർ ഈസ് ഈക്വൽ ടു ജപ്പാൻ. മഹാരാഷ്ട്ര നമ്പർ 3 ആണ്. മഹാരാഷ്ട്ര ഈസ് ഈക്വൽ ടു മെക്സിക്കോ പോപ്പുലേഷൻ. പിന്നെ ബാക്കി സ്റ്റേറ്റ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ രാജസ്ഥാൻ ഈസ് ഈക്വൽ ടു ജർമ്മനി, ഗുജറാത്ത് ഈസ് ഈക്വൽ ടു UK, MP is equal to Turkey, West Bengal is equal to Egypt, Karnataka is equal to France, Tamil Nadu is equal to Thailand, Telangana is equal to South Korea. ഇത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സ്റ്റേറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഈ സ്റ്റേറ്റ്സ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന സ്റ്റേറ്റ്സിന്റെ പോപ്പുലേഷൻ എടുത്താൽ അത് USA പ്ലസ് റഷ്യയുടെ തുല്യമാണ്. അപ്പോ ജർമ്മനി, പാകിസ്ഥാൻ, ജപ്പാൻ, ഈജിപ്ത്, ടർക്കി, UK, മെക്സിക്കോ, സൗത്ത് കൊറിയ, ഫ്രാൻസ്, തായ്ലാൻഡ്, USA പ്ലസ് റഷ്യ, ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് ഇന്ത്യ ഉണ്ടാകുന്നത്. ഒരു വ്യത്യാസമുള്ളൂ, അതിനേക്കാളും എല്ലാം വളരെ കൂടുതൽ കോംപ്ലക്സിറ്റിയും വൈവിധ്യവും ഇന്ത്യയിലുണ്ട് ആ രാജ്യങ്ങളെക്കാളും. ഈ എല്ലാ രാജ്യങ്ങളും വെച്ചാലും അതിനേക്കാളും കൂടുതൽ വൈവിധ്യവും കോംപ്ലക്സിറ്റിയും ഉള്ള ഒരു രാജ്യത്തിൽ 1 നേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് മുഴുവൻ ഡൽഹിയിൽ ഇരുന്ന് കൺട്രോൾ ചെയ്യണമെന്ന് സ്വപ്നം കണ്ട എനിക്കൊന്ന് ഔറംഗസേബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഷായ്ക്ക് മുമ്പിൽ മറ്റൊരു ഷാ ഔറംഗസേബായിരുന്നു. ഷായുടെ ഷായും ഇവർ രണ്ടുപേരും ഈ സ്വപ്നം കാണുന്നു. അപ്പൊ ഇത് ഒരിക്കലും സാധ്യമല്ല. ഇത് അറ്റംപ്റ്റ് ചെയ്തപ്പോൾ, ഔറംഗസേബ് അറ്റംപ്റ്റ് ചെയ്തപ്പോൾ മുഗൾ സാമ്രാജ്യം തകർന്നുപോയി. നേരെ മറിച്ച് ഡൈവേഴ്സിറ്റിയുടെ ബേസിൽ എല്ലാവരെയും കൊണ്ടുപോകുന്ന ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്, ഇവിടെ ഒരു സങ്കല്പം, ഇന്ത്യ എന്നുള്ളൊരു സെക്യുലർ ഇൻക്ലൂസീവ് സങ്കല്പം വാസ്തവത്തിൽ ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഒരു സങ്കല്പം വരുന്നത് അക്ബറിൽ നിന്നും.
അക്ബറിന്റെ സങ്കല്പത്തിൽ ഇന്ത്യ വളരെ ശക്തമായി, വളരെ സമൃദ്ധി ഉണ്ടായി, വളരെ മുന്നോട്ട് പുരോഗമിച്ചു. ഔറംഗസേബിന്റെ സെയിം മുഗൾ സാമ്രാട്ടുകളുടെ ഉള്ളിൽ ഔറംഗസേബിന്റെ സങ്കല്പത്തിൽ ഇന്ത്യ ഈ ഭൂഖണ്ഡം വളരെ പുറകോട്ട് പോയി. വീണ്ടും നമ്മൾ വാസ്തവത്തിൽ ഈ സർക്കാർ നമ്മളെ തിരിച്ച് അക്ബറിന്റെ സങ്കല്പത്തിൽ നിന്നും ഔറംഗസേബിന്റെ സങ്കല്പത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക. അതിന്റെ ഒരു ഭാഗമാണ് ഈ 1 നേഷൻ 1 ഇലക്ഷൻ. എല്ലാം ഇത് കൺട്രോൾ ചെയ്യണമെന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിനെ മുൻകണ്ടത് ഡോക്ടർ BR അംബേദ്കറാണ്. ഇത് പറയുന്നതുകൊണ്ടാണ് എന്നെ അടിച്ചു കൊല്ലണം എന്ന് പറയുന്നത്. പക്ഷെ വാസ്തവത്തിൽ എന്നെയല്ല കുറ്റം പറയേണ്ടത്, ഡോക്ടർ അംബേദ്കറാണ് കുറ്റം പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നതേ ഉള്ളൂ. അദ്ദേഹം 1930 ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞാൽ ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് ഒരു ഓളിഗാർക്കിയാണ്, ഒരു കാസ്റ്റ് ഓളിഗാർക്കിയാണ്. അതിന് പ്രതിവിധിയായിട്ട് അദ്ദേഹം പറഞ്ഞു, അത് ഈ ഓളിഗാർക്കി വരുന്ന രാജ്യങ്ങളെല്ലാം നശിക്കും. എന്ന് വെച്ചാൽ ഓളിഗാർക്കിയുടെ സർവൈവലിന് വേണ്ടി മാത്രമേ അവിടെ നയങ്ങളും നിയമങ്ങളും ഉണ്ടാവൂ. വേറെ ആരെയും ഒരു ചാലഞ്ചും ഇമർജ് ചെയ്യാൻ അവർ സമ്മതിക്കില്ല. അപ്പോൾ ഇതിനെ കൗണ്ടർ ചെയ്യാനാണ് റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി വേണമെന്ന് അദ്ദേഹം 1930 ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസിനോട് ഡിമാൻഡ് ചെയ്തു. എല്ലാവർക്കും ഇലക്ടറൽ ഡെമോക്രസി വേണം. ഇന്ന് നമ്മുടെ ടോപ്പിക് ഇലക്ട്രൽ ഡെമോക്രസിയാണ്. പക്ഷെ അദ്ദേഹം അത് പറഞ്ഞു, ഇലക്ട്രൽ ഡെമോക്രസി മാത്രമല്ല, ഇലക്ട്രൽ ഡെമോക്രസി സക്സീഡ് ചെയ്യണമെങ്കിൽ ഡിപ്രസ്ഡ് ക്ലാസസിന് വേണ്ടത് റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയാണ്, പ്രാതിനിധ്യ ജനാധിപത്യം. ഡ്യൂ ആൻഡ് ആഡിക്വറ്റ് റെപ്രസെന്റേഷൻ ഓഫ് ഓൾ കമ്മ്യൂണിറ്റീസ് ഉണ്ടായാലേ ഡെമോക്രസിയുടെ ആദ്യത്തെ ചുവടിൽ നമ്മൾ എത്തുകയുള്ളൂ. വെറും ഇലക്ട്രൽ ഡെമോക്രസി അല്ല, സോഷ്യൽ ഡെമോക്രസി വേണം, ഇക്കണോമിക് ഡെമോക്രസി വേണം, പൊളിറ്റിക്കൽ ഡെമോക്രസി വേണം, റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി വേണം. ഇതെല്ലാം കൂടെ ഒത്തുചേരുമ്പോൾ മാത്രമേ ഡെമോക്രസി വരൂ. എന്ന് വെച്ചാൽ ഡെമോക്രസിയുടെ അർത്ഥം തന്നെ ഡീമോസ് എന്ന് വെച്ചാൽ സാധാരണക്കാരും, പ്രാക്ടോസ് എന്ന് വെച്ചാൽ പവർ. ഡെമോക്രസി എന്ന് വെച്ചാൽ പവർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് കോമൺ പീപ്പിൾ. അതാണ് ഡെമോക്രസി. വെറും ഓരോ 5 വർഷം വോട്ട് ചെയ്യുന്നതല്ല ഡെമോക്രസി. വോട്ട് ചെയ്യുന്നത് അതിന്റെ ഒരു എസെൻഷ്യൽ പാർട്ടാണ്, പക്ഷേ ഇറ്റ് ഇസ് നോട്ട് സഫീഷ്യന്റ് ഫോർ എ ഡെമോക്രസി. അപ്പോൾ ഡോക്ടർ അംബേദ്കർ പ്രവചിച്ചതുപോലെ ഇന്ന് ഇന്ത്യയെ ഭരിക്കുന്ന 4 സമുദായങ്ങളാണ്. ഇന്ന് എല്ലാ സ്റ്റേറ്റിലും ഓരോ ഓളിഗാർക്കിയുണ്ട്. ആ ഓളിഗാർക്കികളാണ് എല്ലാം കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ഓളിഗാർക്കികൾ പല സ്ട്രാറ്റജികൾ ഉപയോഗിച്ച് 75 വർഷമായി ഇന്ത്യ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ശക്തിവാസത്തിൽ കൂടി വരികയാണ്. പക്ഷെ ഇപ്പോൾ അവർക്ക് ഈ ജനാധിപത്യത്തിനെ നിലനിർത്തിക്കൊണ്ട് ഇന്ത്യയെ ഭരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഇതാണ് പാകിസ്ഥാനിലുണ്ടായത്, ശ്രീലങ്കയിലുണ്ടായത്. ഒരു ഓളിഗാർക്കിക്ക് ഡെമോക്രസിയെ നിലനിർത്തിക്കൊണ്ട് ഒരു ഓളിഗാർക്കിക്ക് ഭരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ നാച്ചുറലി ഒന്നുകിൽ ഓളിഗാർക്കി തകരണം, അല്ലെങ്കിൽ ഡെമോക്രസി തകരണം. അതുകൊണ്ട് അവർ എപ്പോഴും ഡെമോക്രസി അറ്റാക്ക് ചെയ്യാം. അപ്പൊ ആ ഡെമോക്രസിയുടെ അറ്റാക്കിന്റെ ഒരു ഭാഗമാണ് ഈ 1 നേഷൻ 1 ഇലക്ഷൻ. അതിന്റെ ഉത്ഭവം നമ്മൾ കാണുന്നത് വാസ്തവത്തിൽ ഗോൾവൽക്കറിന്റെ റൈറ്റിംഗ്സിലാണ്. ഈ ബഞ്ച് ഓഫ് തോട്ട്സിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഡെമോക്രസി അറ്റാക്ക് ചെയ്യുന്നു. അദ്ദേഹം ഫ്രീഡത്തിനെ അറ്റാക്ക് ചെയ്യുന്നു, ലിബർട്ടീനെ അറ്റാക്ക് ചെയ്യുന്നു. ഡെമോക്രസി ഒരു വളരെ തെറ്റായിട്ടുള്ള ഒരു സമ്പ്രദായമാണ്, അത് പാടില്ല, ഇവിടെ രാജഭരണമാണ് വേണ്ടതെന്നാണ് ഗോൾവൽക്കർ പറയുന്നത്. ഈ സർക്കാർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഗോൾവൽക്കറിന്റെ അജണ്ടയാണ് ആക്ച്വലി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നമ്മൾ ഈ മാനവധർമ്മശാസ്ത്രം മനുവാദമാണൊക്കെ പറയുന്നത് ശരിയാണ്, അതൊരു ഐഡിയോളജിക്കൽ ബേസിസ് ആണ്. പക്ഷെ ഇതിന്റെ പ്രാക്ടിക്കൽ പൊളിറ്റിക്കൽ അജണ്ട വാസ്തവത്തിൽ ഗോൾവൽക്കറിന്റെ അജണ്ടയാണ്. അത് ഓരോന്നായിട്ട് ഇവര് ഇത് ബ്ലൈൻഡ്ലി ഇംപ്ലിമെന്റ് ചെയ്യണം. ഈ രാജ്യം തകർന്നു പോയാലും പ്രശ്നമില്ല, ഗോൾവൽക്കർ ഗുരുജിയുടെ അജണ്ട ഹാസ് ടു ബി ഇംപ്ലിമെന്റഡ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഡെമോക്രസി അറ്റാക്ക് ചെയ്തത്. അപ്പൊ ഇതാണ് ഒരു ബാക്ക്ഗ്രൗണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നമ്മൾ ഇത് എന്താണ് ഇവിടെ നടത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 2 വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ അമെൻമെന്റിൽ കൂടെ പറയുന്നത്. ഒന്ന്, ഈ ലെജിസ്ലേച്ചറിന്റെയും പാർലമെന്റിന്റെയും ഡ്യൂറേഷന് മാറ്റം എന്നതാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് പാർലമെന്റും ലെജിസ്ലേച്ചറിനും 5 വർഷം ഡ്യൂറേഷൻ ഗ്യാരണ്ടി ചെയ്യും. ഇവര് പറയുന്നു ഈ 5 വർഷത്തിന്റെ ഉള്ളിൽ ഒരു മെജോറിറ്റി ഇല്ലാതെ വന്നാൽ, ഒരു ഗവൺമെന്റ്
ഐദർ ബിക്കോസ് നോ കോൺഫിഡൻസ് മോഷൻ വരുന്നു, അത് ജയിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവുന്നു, ഒരു ഗവൺമെന്റ് വീണാൽ വീണ്ടും ഒരു ഇലക്ഷൻ നടക്കും. ആ ഇലക്ഷൻ അതിന്റെ ബാക്കിയുള്ള ഡ്യൂറേഷന് മാത്രമേ ആ ലെജിസ്ലേച്ചർ നിലനിൽക്കൂ. ആ ലെജിസ്ലേച്ചറിന്റെ ഡ്യൂറേഷൻ, ഇപ്പം ആദ്യം ഒരു ഇലക്ഷൻ നടക്കുന്നു, 2 വർഷം 3 വർഷം കഴിഞ്ഞിട്ട് ആ സർക്കാർ വീഴുന്നു, ആർക്കും മെജോറിറ്റി കിട്ടുന്നില്ല, വീണ്ടും ഒരു ഇലക്ഷൻ നടക്കുന്നു. ആ ഇലക്ഷൻ ബാക്കിയുള്ള ഈ ലെജിസ്ലേച്ചറിന്റെ ടേമിന് മാത്രമേ അതിന്റെ ഡ്യൂറേഷൻ കാണുള്ളൂ. ആ ബാക്കിയുള്ള ടേം എന്തായിരിക്കും? അത് പാർലമെന്റിന്റെ ടേം അവസാനിക്കുന്ന ഡേറ്റ് ആയിരിക്കും ആ ബാക്കിയുള്ള ടേം. അപ്പൊ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഇപ്പൊ നമ്മളുടെ ജനങ്ങൾക്കുള്ള റൈറ്റ് എന്താണ്? ഈ ഓരോ സ്റ്റേറ്റിലും ഈ ഫെഡറലിസത്തിൽ പറഞ്ഞതുപോലെ ഈ ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അതാണ് ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആദ്യത്തെ 10 വാക്കുകൾ ഇന്ത്യ ഇസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. ഈ പ്രിയാമ്പിൾ കഴിഞ്ഞാലുള്ള ആദ്യത്തെ 10 വാക്കുകൾ, ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അത് വളരെ മീനിങ് ആൻഡ് പ്രൊഫൗണ്ട് ആണ്. വാസ്തവത്തിൽ ഇന്ത്യ ഒരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അതിന് ഈ ഓളിഗാർക്കി ഡോമിനേറ്റ് ചെയ്ത ജുഡീഷ്യറി ഇത് ക്വാസി ഫെഡറൽ ആണെന്നും ഫുള്ളി ഫെഡറൽ അല്ലാന്നും ഒക്കെ വ്യാഖ്യാനിക്കുന്നുവെങ്കിലും തുടക്കം മുതൽ ഇതിന്റെ ഇന്റൻഷൻ ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് തീർച്ചയായിട്ടും. അപ്പൊ ഈ സ്റ്റേറ്റ്സ് ആയിരുന്നു തീരുമാനിക്കുന്നത് നമുക്കൊരു സർക്കാർ വേണോ വേണ്ടിയോ ത്രൂ ദർ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ്. ഇവിടുത്തെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ഒരു മെജോറിറ്റി ഉള്ള ഒരു ലെജിസ്ലേച്ചർ ഉണ്ട്, നമ്മുടെ റെപ്രസെന്റേറ്റീവ്സിലൂടെ ആ ഗവൺമെന്റിന് മെജോറിറ്റി സപ്പോർട്ട് ഉണ്ടോ ഇല്ലയോ, ഇല്ലെങ്കിൽ ഒരു കൺസെൻസസ് ഇല്ലെങ്കിൽ ആ സർക്കാരിനെ നമ്മൾ നിഷേധിച്ച അസംബ്ലിയെ തന്നെ ജനങ്ങൾ നിഷേധിക്കുകയാണ്. ഒരു പുതിയ ഇലക്ഷൻ നടത്തുന്നു ഒരു മാൻഡേറ്റിന് വേണ്ടി, ഒരു കൺസെൻസസിന് വേണ്ടി. അപ്പൊ നമ്മൾ ഈ കാണുന്നത് വാസ്തവത്തിൽ ഇലക്ഷൻ എന്ന് വെച്ചാൽ ഒരു ഡിസ്കോഴ്സിന്റെ ഭാഗമാണ് ഇലക്ഷൻ. ഒരു ഡെമോക്രാറ്റിക് ഡിസ്കോഴ്സിന്റെ ഒരു വളരെ സെൻട്രൽ ഭാഗമാണ് ഇലക്ഷൻ എന്ന് പറയുന്നത്. അല്ല വെറും ഒരു തെരഞ്ഞെടുപ്പല്ല. ഒരു സർക്കാർ വേണോ വേണ്ടയോ, അതിനെ നിലനിർത്തണോ, അതോ പുതിയ അസംബ്ലിയെ നിലനിർത്തണോ, പുതിയ ഇലക്ഷൻ വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഡെമോക്രസിയിൽ പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളുണ്ട്, പല അഭിപ്രായ വ്യത്യാസങ്ങളുള്ളപ്പോൾ ഒരു കൺസെൻസസ് ഇവോൾവ് ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ് ഇലക്ഷൻ തന്നെ. അപ്പൊ ഈ ഇലക്ഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പൊ നമുക്ക് തരുന്നത് നമ്മൾ ഇലക്ട് ചെയ്യുന്ന ഗവൺമെന്റിന് 5 വർഷം ഡ്യൂറേഷനുള്ള ഒരു ഇലക്ഷൻ നമുക്ക് തരുന്നു. അത് എന്റെ അഭിപ്രായത്തിൽ അതൊരു ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ്. പക്ഷേ ജുഡീഷ്യറി അത് പറയോ ഇല്ലയോ എന്ന് വളരെ നമുക്ക് ഒരു തീർച്ചയുമില്ല. പക്ഷെ എന്റെ മനസ്സിൽ വളരെ ക്ലിയർ ആണ്. ഞാൻ പോയി ഒരു ബാലറ്റ് ബൂത്തിൽ പോയി പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്താൽ, ഞാൻ വോട്ട് ചെയ്ത് സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ 5 വർഷത്തേക്ക് ഒരു സർക്കാരിനാണ് ഞാൻ വോട്ട് ചെയ്യുന്നത്. അതിനേക്കാളും കൂടരുത് എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നു ഭരണമാറ്റത്തിന് വേണ്ടി. പക്ഷെ ഇപ്പോൾ ഞാൻ പോകുമ്പോൾ എത്ര വർഷത്തേക്കാണ് ഈ ലെജിസ്ലേച്ചർ നിൽക്കാൻ പോകുന്നതെന്ന് എനിക്ക് യാതൊരു അഷ്വറൻസും ഇല്ല. വാസ്തവത്തിൽ ഉണ്ടാകാൻ പോകുന്നത് പെട്ടെന്ന് ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ ആ ഗവൺമെന്റ് താഴെയിടും, പൈസയൊക്കെ കൊടുത്ത് ED-യും IT-യും ഒക്കെ ഉപയോഗിച്ച് ഗവൺമെന്റ് താഴെയിട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രസിഡൻസ് റൂൾ ആവും. പിന്നെ അങ്ങനെ 2-3 വർഷം കഴിഞ്ഞാൽ പിന്നെ ഒരു ഇലക്ഷൻ വന്നാലും പിന്നെ 2 വർഷത്തേക്ക് ആ സർക്കാർ നിൽക്കാനൊക്കെ പോകും. അപ്പോൾ വലിയ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവും. ഒരു 5 വർഷത്തേക്ക് നിൽക്കുന്ന സർക്കാരാണെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റെബിലിറ്റി കാണും. ഈ 5 വർഷം എടുക്കുമല്ലോ, എന്തെങ്കിലുമൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ ഒരു സമയം വേണ്ടേ? ആ സമയമില്ലാതെ 2 വർഷം മാത്രം ടെന്യൂറുള്ള ഒരു സർക്കാർ വന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റെബിലിറ്റി കാണില്ല. ആ സർക്കാരിന് ഒരുപാട് ഷോർട്ട് ടേം ഇൻട്രസ്റ്റ് കാണും. പെട്ടെന്ന് പണം ഉണ്ടാക്കണം, കൈക്കൂലി വാങ്ങിക്കണം, 2 വർഷമേ ഉള്ളൂ നമുക്ക്. ഇനിയും ഒരിക്കലും പവറിൽ വന്നില്ലെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ജാർഖണ്ഡിലൊക്കെ ഒരു MLA ഉള്ള പാർട്ടി ചീഫ് മിനിസ്റ്ററായിട്ട് ഒരു സർക്കാർ ഉണ്ടാക്കുകയാണ്. ഇതൊക്കെ വെറും ഈ ബ്ലാക്ക് മാർക്കറ്റ് സ്റ്റേറ്റ് പവറിനെ വർദ്ധിപ്പിക്കുകയാണ് ഈ ടൈപ്പ് ഓഫ് അപ്രോച്ച്. മറിച്ച് ജനങ്ങളുടെ അടുത്ത് വന്ന് ഒരു മാൻഡേറ്റ് ചോദിക്കുമ്പോൾ 5 വർഷം ഭരിക്കണം, അതിന് മാൻഡേറ്റ് തരൂ എന്ന് പറയുമ്പോൾ അതിന് ഒരു സീരിയസ്നെസ് ഉണ്ട്, അതിനൊരു സ്റ്റെബിലിറ്റി ഉണ്ട്. അത് എല്ലാവർക്കും പറയാൻ ഒക്കില്ല. ഒരു ക്ലിയർ മാൻഡേറ്റ് ജനങ്ങളിൽ നിന്നും ഇമർജ് ചെയ്യും. അപ്പൊ ഈ 5 വർഷത്തെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു സർക്കാരിനെ ഇലക്ട് ചെയ്യാനുള്ള നമ്മളുടെ അധികാരം എടുത്തു കളയുകയാണ് സ്റ്റേറ്റ് ലെവലിൽ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ വീക്കാവും. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ വീക്കായാൽ
സ്റ്റേറ്റ് ഗവൺമെന്റ് വീക്ക് ആവും. അവരുടെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നു. പ്രസിഡൻസ് റൂൾ കൊണ്ടുവരാൻ ഓപ്പർച്യൂണിറ്റി വരും. പിന്നെ ഇതാണ് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ. സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ, ഈ ഡ്യൂറേഷൻ മാറ്റണമെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റിന് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ അപ്രൂവലിന് ആവശ്യമില്ല എന്നാണ് ഈ റിപ്പോർട്ട്, വൺ നേഷൻ വൺ ഇലക്ഷൻ റിപ്പോർട്ടിൽ പറയുന്നത്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിന്റെ അപ്രൂവലിന്റെ ആവശ്യമില്ല അത് അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതൊരു അൺറീസണബിൾ ആർഗ്യുമെന്റ് അല്ല. പക്ഷേ രണ്ടാമത്തെ കാര്യത്തിന് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ ആവശ്യമുണ്ട്. എന്താണ്? ഈ ഇലക്ടറൽ റോൾസ് മുഴുവൻ യൂണിയൻ ഗവൺമെന്റ് എടുക്കാൻ പോകുന്ന ഇലക്ഷൻസ്, യൂണിയൻ ഇലക്ഷൻ കമ്മീഷൻ വളരെ ഇൻഡിപെൻഡന്റും വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കമ്മീഷനാണല്ലോ. അപ്പൊ അവരുടെ ഈ എല്ലാ സ്റ്റേറ്റിലെയും ഇലക്ടറൽ റോള് കൺട്രോൾ ചെയ്യാൻ പോകുന്നവരാണ്. ആ അമെൻമെന്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവരാൻ ഒരു സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ അപ്രൂവൽ വേണ്ടി വരും എന്ന് അവർ പറയുന്നു. അപ്പൊ നമുക്കൊരു പോസിബിലിറ്റീസ് ഈ ആദ്യത്തെ പോയിന്റ് അമെൻമെന്റിൽ കൊണ്ടുവരും. പക്ഷേ രണ്ടാമത്തെ പോയിന്റ് അമെൻമെന്റ് കൊണ്ടുവരാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും ഈ സമയത്ത്. പക്ഷെ ആദ്യത്തെ അമെൻമെന്റ് വന്നു കഴിഞ്ഞാലും നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്, ഇപ്പൊ 26 ഒരു ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആ 26 വരുന്ന അസംബ്ലിക്ക് ഇവർ പറയുന്നത് പ്രകാരം അടുത്ത ഈ 25 ഈ അമെൻമെന്റ് പാസ്സായാൽ ഉടനെ അവർ ഒരു ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യും. വീണ്ടും ഒരു ജനറൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യും. ലോക്സഭ ഇലക്ഷനും സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷൻസും ഈ ചില സ്റ്റേറ്റ്സിന് ഡിക്ലെയർ ചെയ്യും. പക്ഷേ അതിന്റെ ടേം 25 മുതൽ ആ പാർലമെന്റ് ടേം 25 മുതൽ 30 വരെ ആയിരിക്കും. അപ്പൊ 26 വരുന്ന കേരള അസംബ്ലിക്ക് 4 വർഷത്തെ ടേമേ കാണുള്ളൂ. ബിക്കോസ് ഈ പാർലമെന്റിന്റെ ടേമോടുകൂടി ആ അസംബ്ലിയുടെ ടേം കഴിയും. അത് കഴിഞ്ഞിട്ടുള്ള അസംബ്ലിക്ക് പാർലമെന്റുമായിട്ട് കോ എക്സ്റ്റൻസീവ് ആയിട്ടുള്ള ടേം കിട്ടും. അപ്പൊ ഇങ്ങനെ നമുക്ക് വാസ്തവത്തിൽ നമ്മുടെ ജനങ്ങളുടെ ജനാധിപത്യം അനുസരിച്ച് ജനാധിപത്യപരമായി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം നിലനിർത്തി ഒരു സ്റ്റേബിൾ ഡ്യൂറേഷനുള്ള ഒരു ലെജിസ്ലേച്ചർ ഇല്ലാതാക്കുകയാണ് ഇത് ചെയ്യുന്നത്. അതിന് വലിയ മൾട്ടിപ്പിൾ കോൺസിക്വൻസസ് ഉണ്ടാകും. നമുക്കിപ്പോൾ ശരിക്കും ഫുള്ളി ഇമാജിൻ ചെയ്യാൻ പോലും ഒക്കില്ല. പക്ഷേ പോളിറ്റിക്സിന്റെ നേച്ചർ തന്നെ മാറും. ഈ ഷോർട്ട് ടേം പോളിറ്റിക്സ് വളരെ സ്ട്രോങ് ആകും, വളരെ ഡോമിനന്റ് ആകും. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ എലക്ഷൻസ് ഒന്നിച്ച് നടക്കുമ്പോൾ ഈ ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഒക്കെ ലിമിറ്റഡ് റിസോഴ്സസ് അല്ലേ ഉള്ളൂ. അത് മുഴുവൻ ഈ വലിയ പാർട്ടീസ് അബ്സോർബ് ചെയ്യും. അപ്പൊ അതിന്റെ ക്രൗഡിങ് ഔട്ട് ഓഫ് സ്മോളർ പാർട്ടീസ് ഉണ്ടാകും. പക്ഷെ എല്ലാ ഇലക്ഷൻസ് ഒന്നിച്ച് നടക്കുകയാണ്. പിന്നെ ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു, ഈ CSDSന്റെ ഒരു റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് അവർ പറയുന്നു, ഈ എത്രയോ ഇലക്ഷൻ അനലൈസ് ചെയ്തപ്പോൾ ഈ പാർലമെന്റിലും ലെജിസ്ലേച്ചറിലും ഒന്നിച്ച് വോട്ട് ചെയ്യുമ്പോൾ ഈ റിസൾട്ടിൽ വലിയ വ്യത്യാസം വരുന്നില്ല എന്നാണ് പറയുന്നത്. എല്ലാ സ്ഥലങ്ങളിലും അല്ല, മിക്ക സ്ഥലങ്ങളിലും. അപ്പൊ ഇങ്ങനെ ഒരു ട്രെൻഡ് കണ്ടിട്ട് ഇത് കൊണ്ടുവന്നാൽ ഇതിന്റെ പുറകിലുള്ള ഒരു സ്ട്രാറ്റജി ചിലപ്പോൾ ഇപ്പൊ മോദിയുടെ ലീഡർഷിപ്പ് വീക്ക് ആകും. മോദിയുടെ പേരിൽ തന്നെ ജയിക്കാൻ ഒക്കുന്നില്ല. അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു പെർഫോമൻസിന്റെ ബേസിസിൽ നാഷണൽ ലീഡർഷിപ്പിന് ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. അവർക്കൊരു കോൺഫിഡൻസ് ഇല്ല. ഈ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ നടത്തിയാൽ BJPക്ക് നാഷണൽ ലെവലിൽ, ഞാൻ പൊളിറ്റിക്കലായിട്ടല്ല പറയുന്നത്, ഞാൻ ആനലിറ്റിക്കലായിട്ടാണ് പറയുന്നത്, ഏതെങ്കിലും റൂളിംഗ് പാർട്ടിക്ക് നാഷണൽ ലെവലിൽ ജയിക്കാൻ ഒക്കുമോ ഇല്ലയോ എന്നൊരു കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണോ ഇത് കൊണ്ടുവന്നിട്ടെന്ന് വെച്ചാൽ ഈ അനാലിസിസ് വരെ പറയുന്നു, ഈ സ്റ്റേറ്റും സെന്ററിന്റെയും ആളുകൾ വോട്ട് ചെയ്യുമ്പോൾ ഈ സ്റ്റേറ്റ് ആൻഡ് സെന്ററിന്റെ ഇവാലുവേഷൻ ഡിഫറൻസസ് ബ്ലർ ചെയ്യും. പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യും. അപ്പൊ വോട്ട് ചെയ്യുമ്പോൾ ഈ അമേരിക്കയിൽ പറയുന്നത് ഡൗൺ ദ ബാലറ്റ് എന്നാണ് പറയുന്നത്, ഡൗൺ ദ ബാലറ്റ്. അപ്പൊ ഒരു ബാലറ്റിൽ തന്നെ മിക്കവാറും ഒരു ബാലറ്റിലായിരിക്കും ഈ കാൻഡിഡേറ്റ്സിന്റെ പേരുകളെല്ലാം ഒരു ബാലറ്റിലായിരിക്കും. അപ്പൊ ഒരു ബാലറ്റിൽ എല്ലാം
ഒരു സിമ്പിളിൽ വോട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് എല്ലാവർക്കും കിട്ടും. അപ്പൊ ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് സെപ്പറേറ്റ് അക്കൗണ്ടബിലിറ്റി വേണം. അതുകൊണ്ടാണ് ഈ രാജ്യങ്ങളുടെ പേര് പറയുന്നത്. ഇത്രയും വലിയ രാജ്യങ്ങളെക്കാളും കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിനെയാണ് എല്ലാത്തിനെയും കൂടെ ഒരു ബാലറ്റിലാക്കാൻ ശ്രമിക്കുന്നത് പോപ്പുലേഷൻ വൈസ്. അപ്പൊ നമുക്ക് ഒരു സെപ്പറേറ്റ് അക്കൗണ്ടബിലിറ്റി ഫോർ സ്റ്റേറ്റ് ആൻഡ് സെന്റർ ഇല്ലാതാവും. എല്ലാം കൂടെ ഒരു ബാലറ്റിൽ കുറെ പാർട്ടി സിമ്പിൾസ് ആണ്, അതിൽ വോട്ട് ചെയ്യുക. പക്ഷെ സെപ്പറേറ്റ് ആയിട്ട് യൂണിയനും സ്റ്റേറ്റിനും വോട്ട് ചെയ്യുമ്പോൾ സ്റ്റേറ്റിന്റെ പെർഫോമൻസ് എന്താണ്, യൂണിയന്റെ പെർഫോമൻസ് എന്താണ്, കുറെ കൂടെ ആൾക്കാർക്ക് ഒരു അക്കൗണ്ടബിലിറ്റി ഇമ്പോസ് ചെയ്യാൻ ഉള്ള അവസരം ഉണ്ടാകും. അതിനെക്കുറിച്ച് ചിന്തിക്കാനുമുള്ള ഒരു അവസരം ഉണ്ടാകും. സ്റ്റേറ്റ് ഗവൺമെന്റ് പെർഫോമൻസ് ആയാലും യൂണിയൻ ഗവൺമെന്റ് പെർഫോമൻസ് ആയാലും. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ചെയ്യുമ്പോൾ ഈ ക്വാളിറ്റി, അബിലിറ്റി ടു വോട്ട്, ജനങ്ങളുടെ ക്വാളിറ്റി ഓഫ് ദ വോട്ടിനെ തന്നെ ഇത് ബ്ലർ ചെയ്യാൻ, ഡൈല്യൂട്ട് ചെയ്യാൻ. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ നാഷണൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും വളരെ കോംപ്ലക്സിറ്റി ഉള്ള രാജ്യത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഇല്ലാതാകും. അപ്പൊ ഈ വളരെ ഇത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്, ഇതാണ് മെയിൻ ഇതിലുള്ള ഇഷ്യൂസ് ഓഫ് കൺസേൺ. ഈ ടേം ലിമിറ്റ് വെക്കുന്നു, ഒരു ലിമിറ്റഡ് ടേമിലേക്ക് സെക്കൻഡ് ഗവൺമെന്റ്. അപ്പം ദ സ്കോപ്പ് ഫോർ മൾട്ടിപ്പിൾ ഇലക്ഷൻസ് കൂടുകയാണ്. ആക്ച്വലി ഷോർട്ട് ടേം ഇലക്ഷൻസിന്റെ സ്കോപ്പ് കൂടുകയാണ്. വൺ നേഷൻ മെനി ഇലക്ഷൻസ് ആകുന്നത്. ആക്ച്വലി ആ സ്റ്റെബിലിറ്റി ഇല്ലാതെ സർക്കാരുകൾ വീഴുകയും ബാക്കിയുള്ള 6 മാസത്തേക്ക് ഒരു സർക്കാർ വരും. 6 മാസം ബാക്കിയുള്ളപ്പോൾ ആ സർക്കാരിനെ വീഴ്ത്തിയാൽ 3 മാസത്തേക്ക് ഒരു അസംബ്ലി വരും. അപ്പൊ ഈ അസംബ്ലിയിലും മത്സരിക്കാനും സർക്കാർ ഉണ്ടാക്കാനും ഒക്കെ വളരെ വലിയൊരു അൺലിമിറ്റഡ് പോസിബിലിറ്റി കൊണ്ട് ഈ 5 വർഷത്തിൻ്റെ ഉള്ളിൽ വലിയൊരു ഗെയിം ഇവോൾവ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് വരികയാണ്. അപ്പൊ വലിയൊരു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ഗ്രാജുവലി പവർ സെൻട്രലൈസ് ചെയ്യാനാണ്. ഈ ഓളിഗാർക്കി എന്ന് വെച്ചാൽ പവർ ഹാസ് ടു ബി സെൻട്രലൈസ്ഡ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് പാടില്ല. അപ്പൊ എല്ലാ തലത്തിലും പവറിനെ സെൻട്രലൈസ് ചെയ്യുക, കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ കൊണ്ടുവരിക. അതിലൂടെ ഒരു മതരാഷ്ട്രം, ഞാൻ പലപ്പോഴും പറയുന്നത് മതരാഷ്ട്രം വന്നു കഴിഞ്ഞു. നമ്മളൊക്കെ ഈ ചിലപ്പോൾ ലേറ്റ് ആയിട്ട് നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു, ട്രെയിൻ എപ്പോഴും വൈകുന്നുണ്ട്, കുറച്ച് താമസിച്ച് പോകുന്നു, ആരെങ്കിലും സ്വീകരിക്കാൻ പോകുന്നു. നമ്മൾ വിചാരിക്കുന്നത് ട്രെയിൻ വന്നിട്ടില്ല എന്നാണ്. അപ്പോൾ ട്രെയിൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ആക്ച്വലി ട്രെയിൻ വന്നു കഴിഞ്ഞു, നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുപോലെ ആക്ച്വലി ഇവിടെ ഒരു നേസന്റ് അൺഡിക്ലെയർഡ് ഹിന്ദു രാഷ്ട്രം വന്നു കഴിഞ്ഞു. നമ്മളെല്ലാം പറയുന്നു അൺഡിക്ലെയർഡ് ഇമർജൻസി എന്ന് പറയുന്നത്. ഇത് അൺഡിക്ലെയർഡ് ഇമർജൻസി അല്ല, അൺഡിക്ലെയർഡ് ഹിന്ദു രാഷ്ട്രമാണ്. ഈ അൺഡിക്ലെയർഡ് ഹിന്ദു രാഷ്ട്രം അല്ലായിരുന്നെങ്കിൽ ഇവിടെ ഒരു അയോധ്യ ഗവൺമെന്റ് ഉണ്ടാവില്ല. ഇവിടെ ഈ മോസ്കുകളുടെ അടിയിലുള്ള ഡിഗ്ഗിങ് നടക്കില്ല. സുപ്രീം കോടതി പറഞ്ഞിരിക്കല്ലേ, ഇപ്പോൾ അത് നിർത്തി വെച്ചിരിക്കുകയാണ്. പക്ഷെ നേരത്തെയുള്ള ചീഫ് ജസ്റ്റിസ് ഇത് ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഡിഗ് ചെയ്തോളൂ എന്നല്ലേ പറഞ്ഞത്. അപ്പൊ അതും പല കാര്യങ്ങളും എവിടെ ചെന്നാലും വളരെ ക്ലിയർ ആയിട്ട് ഒരു ഹിന്ദു രാഷ്ട്രം ഇവിടെ നിലനിൽക്കുകയാണ്. അതിന്റെ നേസന്റ് ആണ്, അത് ഇനിഷ്യൽ സ്റ്റേജസ് ആണ്. പക്ഷെ അത് വന്നു കഴിഞ്ഞു. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു സബോർഡിനേറ്റ് ഡോക്യുമെന്റ് ആക്കി മാറ്റിയിരിക്കുകയാണ്. ഈ ആർട്ടിക്കിൾ 16 ഓഫ് ദ ഫ്രഞ്ച് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് 1789 പറയുന്നത് where rights are not secure and where there is no separation of powers. Rights secure ആകണമെങ്കിൽ separation of powers വേണം. എന്നാലേ ഒരു ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ഈ എക്സിക്യൂട്ടീവിനെ ചെക്ക് ചെയ്യുള്ളൂ. Where rights are not secure and there is no separation of powers, that country has no constitution ആണ് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ചുമ്മാ ഒരു പേരല്ല, ഒരു സബ്സ്റ്റൻസ് ആണ്. The prevalence of a form of government where there is protection of rights and separation of powers. അതില്ലെങ്കിൽ
that country has no constitution എന്നാണ് ഈ 1789 റൈറ്റ്സ് ഓഫ് മാനിൽ പറയുന്നത്, ആർട്ടിക്കിൾ 16. നമ്മളിപ്പോൾ ആ സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നു. ഇനി എന്തായിരിക്കും ഇതിന്റെ പരിണാമം? ഒരു സെക്യൂരിറ്റി, ഒരു പ്രൊട്ടക്ഷനും ഇല്ലല്ലോ. സെപ്പറേഷൻ ഓഫ് പവർ നാം കാണുന്നില്ല. എത്രയോ ആൾക്കാർ എത്രയോ നാളിന് ജയിലിൽ കിടക്കുന്നു. ചില ആൾക്കാർക്ക് കംപ്ലീറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, ചില ആൾക്കാർക്ക് യാതൊരു റൈറ്റ്സും ഇല്ല. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ജീവിക്കുക. അപ്പം വാസ്തവത്തിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് നോ ലോnger ഓപ്പറേറ്റിംഗ് ഫുള്ളി. അതിനെ സുപ്പീരിയർ ആയിട്ട്, അതിനേക്കാൾ മുകളിൽ മതമൂല്യങ്ങളെ പല തരത്തിലും സർക്കാരും പല ജഡ്ജ്മെന്റ്സിലും എസ്റ്റാബ്ലിഷ് ചെയ്തു കഴിഞ്ഞു. ഒരു ജഡ്ജ്മെന്റ് സുപ്രീം കോടതി പറയുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ഇസ് ധർമ്മ. ധർമ്മ എന്ന് വെച്ചാൽ സനാതന ധർമ്മ. കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ഇസ് ധർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ എല്ലാം കൂടെ സെൻട്രലൈസ്, എല്ലാ ആസ്പെക്ട് ഓഫ് ലൈഫും സെൻട്രലൈസ് ചെയ്യണം. എന്നിട്ട് ഈ സ്റ്റേറ്റ്സിനെ തന്നെ ഇല്ലാതാക്കണം എന്നാണ് ഗോൾവൽക്കർ പറയുന്നത്. ഈ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സ് പാടില്ല, ഈ എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സ് മാത്രമേ പാടുള്ളൂ എന്നാണ്. അപ്പൊ അവർ ഈ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സിനെ ഈ മൾട്ടി ലിംഗ്വിസ്റ്റിക് ഒക്കെ ആക്കിയിട്ട് അതിൽ ഹിന്ദി മാത്രം ഉപയോഗിച്ച് നമ്മളിപ്പോൾ ഒരു എന്താണ് സ്റ്റേറ്റ് എക്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ആർ ഒക്കെ ആയിരിക്കും താഴെ ആയതുകൊണ്ട് നമ്മൾ സ്റ്റേറ്റ് ആർ ഒക്കെ ആകും. അപ്പൊ ഈ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സ് ആക്കി മാറ്റി സ്റ്റേറ്റ്സിനെ തന്നെ ഇല്ലാതാക്കണം എന്നാണ് ഗോൾവൽക്കർ പറയുന്നത്. ആ ഒരു ഡയറക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് പാടില്ല, ഡെമോക്രസി പാടില്ല എന്നുള്ളൊരു കൾച്ചർ ഗുജറാത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ ഗുജറാത്ത് സർക്കാർ കുറെ വർഷമായി കൺസെൻസസിലൂടെ തിരഞ്ഞെടുക്കുന്ന ഇലക്ഷൻ ഇല്ലാതെ, തെരഞ്ഞെടുപ്പില്ലാതെ കൺസെൻസസിലൂടെ പഞ്ചായത്ത് ഒഫീഷ്യൽസിനെ തിരഞ്ഞെടുത്താൽ ആ പഞ്ചായത്തുകൾക്ക് എക്സ്ട്രാ പണം കൊടുക്കുക ഗുജറാത്തിൽ. അപ്പൊ ഇവിടെയും നമുക്ക് ഒരു സിറ്റുവേഷൻ വരും. ഒരു കൺസെൻസസോടുകൂടി ഒരു ചീഫ് മിനിസ്റ്റർ എം എൽ എമാരെയും ചീഫ് മിനിസ്റ്ററെ ഒക്കെ സെലക്ട് ചെയ്താൽ എക്സ്ട്രാ പ്ലാൻ ഫണ്ട്സ് തരും. എന്തിനാ തെരഞ്ഞെടുപ്പ്? ഈ റിപ്പോർട്ട് വായിച്ചാൽ തെരഞ്ഞെടുപ്പ് എന്തോ വലിയ അപകടമാണ്, വളരെ ഒരു വേസ്റ്റഡ് എക്സ്പെൻഡിച്ചർ ആണെന്ന് പറയുന്നു. ഇവർ പറയുന്നു നാഷണൽ കമ്മീഷൻ ഫോർ റിവ്യൂ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ 2002 ജസ്റ്റിസ് വെങ്കടചലയ്യ ഹെഡ് പ്രൈം മിനിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയി അപ്പോയിന്റ് ചെയ്ത കമ്മീഷനാണ് അദ്ദേഹത്തിന്റെ സമയത്ത്. അതിൽ സോറി സോറാജിയും ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ റിപ്പോർട്ടിൽ ഇവർ പറയുന്നത് ഈ നാഷണൽ കമ്മീഷൻ urged to have simultaneous elections. അത് വായിച്ചാൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് ഇലക്ട്രൽ റിഫോംസിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റും ആവശ്യമില്ല എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അതായത് അവര് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഇലക്ട്രൽ റിഫോമിനും കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിന് ആവശ്യമില്ലാന്ന് കമ്മീഷൻ പറയുന്നു. ആ കമ്മീഷന്റെ ആക്ച്വൽ റെക്കമെൻഡേഷൻ എന്താണ്? ഈ സൈമൾട്ടേനിയസ് ഇലക്ഷൻസ് ടു ദി എക്സ്റ്റെന്റ് പോസിബിൾ നടത്തുകയാണ്. പക്ഷെ ഇതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്ത് അത് കമ്പൽസറി ആയിട്ട് നടത്തണമെന്ന് അവര് റെക്കമെൻഡ് ചെയ്തിട്ടേ ഇല്ല. പക്ഷെ ഈ റിപ്പോർട്ട് വായിച്ചാൽ ഒരു തെറ്റിദ്ധാരണയാണ് നമുക്ക് കിട്ടുന്നത്, അവരിത് റെക്കമെൻഡ് ചെയ്തു. പക്ഷെ ഇത് റെക്കമെൻഡ് ചെയ്തെല്ലാം ഇവർ കൺട്രോൾ ചെയ്യുന്ന ബോഡീസാണ് റെക്കമെൻഡ് ചെയ്തത്. ഇങ്ങനത്തെ ഒരു മാറ്റം വേണമെങ്കിൽ വാസ്തവത്തിൽ സ്റ്റേറ്റുകളിൽ നിന്ന് ഡിമാൻഡ് വരണ്ടേ? ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. സ്റ്റേറ്റുകളിൽ നിന്ന് ഒരു ഡിമാൻഡ് വന്നിട്ട് ആ സ്റ്റേറ്റ്സ്, എല്ലാ സ്റ്റേറ്റ്സും കൂടെ ഒരുമിച്ചല്ലേ ഡിമാൻഡ് ചെയ്യേണ്ടത് ഇങ്ങനത്തെ ഒരു നമുക്ക് സൈമൾട്ടേനിയസ് ഇലക്ഷൻ വേണം. ഇത്ര വലിയൊരു ഫൈനാൻഷ്യൽ ബേർഡൻ, അഡ്മിനിസ്ട്രേറ്റീവ് ബേർഡൻ, നെഗറ്റീവ് ഫാക്ടറാണ് ഇലക്ഷൻസ് എങ്കിൽ എന്തുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഇത് ഫീൽ ചെയ്യുന്നില്ല? എന്തുകൊണ്ട് പബ്ലിക് ഇത് ഫീൽ ചെയ്യുന്നില്ല? ഗവൺമെന്റ്സ് അത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം എന്തുകൊണ്ട് വരുന്നില്ല? അപ്പൊ ഇതൊരു സ്റ്റേറ്റ്സിന്റെ ഡിമാൻഡ് ഇല്ലാത്ത ഒരു അമെന്റ്മെന്റ് ആണ്. അത് EWS അതുപോലെയല്ലേ, പാതിരാത്രി 10 ദിവസത്തിനുള്ളിൽ കൊണ്ടുവന്ന് പാസ്സാക്കിയല്ലേ. എന്തുകൊണ്ട് 10 ദിവസത്തിനുള്ളിൽ പാസ്സാക്കി? ബിക്കോസ് ഈ നല്ല കാര്യമൊന്നും ഇങ്ങനെ ഒളിച്ച് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഒളിച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മോശപ്പെട്ട കാര്യങ്ങളല്ലേ. അതുകൊണ്ട് EWS അതുപോലെ പെട്ടെന്ന് കൊണ്ടുവന്നു. ഒരു ഡിമാൻഡ് എവിടെ നിന്നും ഇല്ലായിരുന്നു. അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്നുവെച്ചാൽ അവർക്കറിയാം ഇത് തെറ്റാണെന്ന്. അതുപോലെ തന്നെ ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ സൈമൾട്ടേനിയസ് ഇലക്ഷൻസിനും എന്തെങ്കിലും ജെന്യൂൻനെസ് ഉണ്ടായിരുന്നെങ്കിൽ,
എന്തുകൊണ്ട് അത് വേണമെന്നൊരു ഡിമാൻഡ് ഈ രാജ്യത്തില്ല. ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷനും ഇതുമായിട്ട് അലൈൻ ചെയ്യാൻ പോവുകയാണ്, എല്ലാ ഇലക്ഷൻസും. അപ്പൊ നമ്മളെ ഒരു മിലിറ്ററി ടൈപ്പ് റൂളിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ ഇത് വെറും ഒരു ടോപ്പ് ഡൗൺ ആയിട്ടുള്ള ഒരു വൺ മോർ സ്റ്റെപ്പ് ടുവേർഡ്സ് ടെറേനിയൻ ഡിക്റ്റേറ്റർഷിപ്പ് മാത്രമാണ്. അത് നത്തിങ് സർപ്രൈസ്. നമ്മൾ ആ പാതയിലാണ് ഇപ്പോൾ. ഞാൻ പറഞ്ഞ ഹിന്ദു രാഷ്ട്രം എന്ന് വെച്ചാൽ വാസ്തവത്തിൽ വർണ്ണധർമ്മത്തിന്റെ വർണ്ണ വ്യവസ്ഥയുടെ ഭരണമാണ് ഹിന്ദു രാഷ്ട്രം. ആക്ച്വലി ഈ രാജ്യത്ത് നടക്കുന്നത് വർണ്ണഘടനയും ഭരണഘടനയും തമ്മിലുള്ള സിവിൽ വാറാണ് നടക്കുന്നത്. ഭരണഘടനയെ തള്ളി മാറ്റി വർണ്ണഘടനയെ തിരിച്ചു കൊണ്ടുവരാനുള്ള സിവിൽ വാറാണ് ഇവിടെ നടക്കുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ. ബിക്കോസ് വൺ നേഷൻ നോ ഇലക്ഷൻ, അതാണ് അവരുടെ റിയൽ എയിം. വൺ നേഷൻ വൺ ഇലക്ഷൻ ഒരു സ്റ്റെപ്പാണ്. വൺ ഇലക്ഷൻ നോ ഇലക്ഷനിലേക്ക് അവർ പോകും എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ചില ഈ പ്രിലിമിനറി പോയിന്റ്സ് ഞാൻ പറയാൻ ആഗ്രഹിച്ചിരുന്നത്. മിസ്റ്റർ രാധാകൃഷ്ണനോട് കേട്ടിട്ട് നമുക്ക് വി ക്യാൻ ഹാവ് എ ഡിസ്കഷൻ. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.